ജനസേവനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നത്. ഞാൻ ആരെയും അവഹേളിക്കണമെന്ന് ആരെയും കുറ്റപ്പെടുത്തണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഇനിയെങ്കിലും ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഞാനൊരു ഉപദേശം പറയാണ്. ഒരു നല്ല മകനായിട്ട് കുടുംബത്തിൽ ജീവിക്കണം, ഒരു നല്ല ഭർത്താവായിട്ട് കുടുംബത്തിൽ ജീവിക്കണം, ഒരു നല്ല അപ്പനാകണം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഇവർക്ക് എന്തെങ്കിലും ഒരു നല്ല സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. ഒരു റോഡ് ഉണ്ടാകുക എന്നുള്ളത് ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിന് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല, ജാതി നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ് റോഡ്. അതിനിപ്പം ഇവിടെ ബഹുമാനപ്പെട്ട MLA 100 കോടി രൂപയിലധികം വിദേശ ഫണ്ട് കൊണ്ടുവന്ന് നമ്മുടെ ഈ നാടിനെ അനുഗ്രഹപ്രദമാക്കാൻ വേണ്ടി ചെയ്തതിന് അദ്ദേഹത്തെ പോലും അവഹേളിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ തന്നെ ആൾക്കാർ ഈ ദുഷ്പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഒരു വേദന. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ചെറിയ സ്ഥാപനം നടത്തുന്നവനാണ്. ഒന്നുമില്ലായ്മയെന്ന് കയറി വന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെ പറ്റി പരിദോഷം പറയുക, ഞാൻ MLAയുടെ സഹായം കൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് MLA പാലം പൊളിക്കാത്തതെന്നാണ് ഇവിടുത്തെ ചില സുഹൃത്തുക്കൾ പറഞ്ഞുണ്ടാക്കിയത്. അത് ഇവിടെയുള്ള എല്ലാ ജനങ്ങളിലേക്ക് എത്തി. പലരും വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, പോളി എന്താണ് കാര്യമെന്ന്. സത്യം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. പ്ലാച്ചിപ്പാറ റോഡിന്റെ തുടക്കം കോക്കുന്ന് SNDP കവല മുതൽ മുന്നൂർപ്പള്ളി വരെയാണ്. ഈ മുന്നൂർപ്പള്ളി വരെ കോക്കുന്ന് SNDP കവലയിൽ തുടങ്ങി മുന്നൂർപ്പള്ളി കവല വരെ നിങ്ങൾ ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ എന്റെ കടയുടെ മുമ്പിലുള്ള വീതി ഈ പരിസരത്ത് എങ്ങും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ഇനി ഈ നാടിന്റെ വികസനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇനിയും എന്റെ കട പൊളിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷപൂർവ്വം കൊടുക്കാനും തയ്യാറാണ്. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ ദുഷ്പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഞാൻ വളരെയേറെ പാവപ്പെട്ടവനാണെന്നും ഒരു ഫുട്പാത്തിൽ തുണിയിട്ട വ്യക്തിയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 18 ഇഞ്ച് കൊടുതില്ലാത്തൊരു വ്യക്തിയാണെന്നും ഈ നാട്ടിലെ സമൂഹത്തിന് അറിയാം. എന്നെ ഒരുപാട് സഹായിച്ച നാട്ടുകാരാണ് ഈ നാട്ടിലുള്ളത്. എന്റെ കഷ്ടപ്പാടിന്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി. അത് വിജയിച്ച് 4 ആള് കടയിൽ കയറുന്ന കണ്ടപ്പോൾ ഇവിടെ സുഹൃത്തുക്കളായ ചിലർക്ക് വളരെ ഒരു അസൂയ തോന്നി. ഇവിടെ ഈ കനാൽ പാലം പൊളിച്ച സമയത്ത് ആ നിമിഷം തുടങ്ങി ഈ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പണിയിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം, ഇവർക്ക് റോഡിന്റെ വീതി കൂട്ടി കട പൊളിക്കണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. തോടിന്റെ വീതി കൂട്ടണമെന്ന് പറഞ്ഞു. ഈ തോട് മുന്നൂർപ്പള്ളിയുടെ ഏറ്റവും വൃത്തിയായിട്ട് കിടക്കുന്ന ഏറ്റവും വീതി കൂടുതൽ എന്റെ കടയുടെ മുമ്പിൽ തന്നെയാണ്. അപ്പൊ ഇത് ബന്ധപ്പെട്ട അധികാരികൾ വന്നു നോക്കിയപ്പോൾ ഇവരുടെ ദുഷ്പ്രവർത്തനമാണ് എന്നോടുള്ള അസൂയയാണെന്ന് ഇവിടുത്തെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ജീവനക്കാർക്കും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കും മനസ്സിലായി. അവർ ഇവരോട് പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരത നിങ്ങൾ കാണിക്കുന്നത്? ഇവിടെ ഈ മനുഷ്യന്റെ കടയുടെ മുമ്പിലാണ് ഏറ്റവും കൂടുതൽ വീതി ഉള്ളത്, പിന്നെ എന്തിനാണ് വീതി കൂടുന്നത്? അങ്ങനെ ഇവരുടെ ആ ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവിടെ പാലത്തിന്റെ ഫൗണ്ടേഷൻ പണി തുടങ്ങി മുഴുവൻ സമയം പണിയിപ്പിക്കാനായിട്ട് ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ നിൽപ്പുണ്ടായിരുന്നു. ഇവർ ചെയ്ത ഏറ്റവും വലിയ അനീതി അല്ലെങ്കിൽ കാപട്യം ഇവരുടെ ഒരു വ്യക്തിയെ എങ്ങനെ നശിപ്പിക്കാമെന്നാണ് ഇവർ നോക്കിയത്. ഈ കനാലിന്റെ തട്ടടിച്ചപ്പോൾ, വാർക്കയ്ക്ക് തട്ടടിച്ചപ്പോൾ ഒരടി താഴ്ച കാറ്റിയടിച്ചു. കാരണം അലൈൻമെന്റ് വിട്ട് ഒരടി താഴ്ചയിൽ തട്ടടിച്ച് വാർക്കാൻ പോവാണ്. ഞാൻ ബന്ധപ്പെട്ട മെമ്പറോട് ചോദിച്ചു, ഇതെന്തേ കാണുന്നതെന്ന്. മെമ്പർ പറഞ്ഞു, പോളി അത് എഞ്ചിനീയർമാരുടെ ചെയ്യുന്ന അതിന്റെ കറക്റ്റ് ആയിരിക്കും. ഞാൻ ചേട്ടൻ ഒന്നോട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് നോക്കിയില്ല. ഞാൻ പല ജനങ്ങളെ ഇതിന്റെ ഉള്ളിൽ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചു. എല്ലാവരും കൂടി ജോൺ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ്, ജോൺ ചേട്ടനെ മോശമാക്കുന്നില്ല, ജോൺ ചേട്ടൻ ഇതില് സത്യം അറിയാത്ത വ്യക്തിയായിരിക്കാം, പുള്ളി എഞ്ചിനീയർ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ച് ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം പണി തടസ്സം ചെയ്യാനായിട്ടുള്ള പരിപാടി ചെയ്തു. ഈ തടസ്സം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവരുടെ പ്ലാൻ നടക്കില്ല എന്ന് ബോധ്യമായി. ഇവരുടെ മുമ്പിൽ നിന്നു
തട്ട് പൊക്കം കുറച്ച് അടിച്ചേക്കണെന്നുള്ളത് ഒരു പരസ്യം ഇവരും ചെയ്തു. ഇത് കഴിഞ്ഞ് ഇവർ തട്ട് വീണ്ടും അത് പൊളിച്ച് വാർക്ക ഒഴിവാക്കി മിഷനറി സാധനങ്ങൾ വന്നതിനെ പറഞ്ഞുവിട്ട് വീണ്ടും ആ തട്ട് പൊളിച്ച് വീണ്ടും വാർക്കാനായിട്ട് അതിന്റെ ഹൈറ്റ് കൂട്ടാണ്. ഹൈറ്റ് കൂട്ടിയപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടില് വിവരമുള്ളവരുണ്ട്, ഇതിന്റെ എഞ്ചിനീയർമാരുണ്ട്, ഇതിന്റെ കോൺട്രാക്ടർ ഉണ്ട്, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട പല ആൾക്കാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവര് ആരൊക്കെ വേണമെങ്കിലും ഒന്ന് അളന്നു നോക്കുക. ഇപ്പോൾ ഈ പാലം പണിതേക്കുന്നത് എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഒരടിയോളം ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ അവിടെ പ്രളയം വന്ന് എന്റെ കടയിലേക്ക് വെള്ളം കയറ്റണം, അതല്ല എങ്കിൽ മണ്ണിട്ട് പൊന്തിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ കടയിലേക്ക് വെള്ളം കയറും. എനിക്ക് ഇതിനൊന്നിനും ഒരു പരാതിയില്ല, ഞാൻ ആരോടും പ്രതികരിക്കാനുമില്ല. എന്റെ കടയില് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു പാവപ്പെട്ടവനാണ്. എനിക്ക് ഒരു അരി ദൈവം തരാനുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ പോലെയുള്ള ഈ ശപിക്കപ്പെട്ടവരൊന്നും നാണം കെട്ടിയാൽ അല്ലെങ്കിൽ തകർക്കാൻ നോക്കിയാൽ തകരുന്നതല്ല എന്റെ സ്ഥാപനം. അത് എനിക്ക് ദൈവം തന്നതാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇവർ 5, 10, 15, 20 വർഷം ഈ നാടിന്റെ സേവനത്തിനായിട്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഉപ്പും ചോറും തന്ന് വിവിധ സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇവർ നടക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളാണ് ഇവർ ഈ നാടിന് വേണ്ടി ചെയ്തതെന്ന് ഇവർക്ക് അന്തസ്സുള്ളവരാണെങ്കിൽ എന്നെ പോലെ ഇവിടെ നിന്നൊന്ന് പറയട്ടെ. ഞാൻ ഈ നാടിന് വേണ്ടി ഇന്ന കാര്യം ചെയ്തു. ഇവരെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലെ യുവതലമുറയെ തല്ലി ഓടിക്കുകയല്ലാതെ ഒരു വ്യക്തിയെ എങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഇവരോട് ചോദിക്കുകയാണ്. ഇവിടെ ഏടിപ്പോളിയെ പറ്റി ഇവര് സന്തോഷം പറഞ്ഞു. പോളിനെ സഹായിക്കാൻ വേണ്ടി ഏടിപ്പോളി മുന്നിട്ട് ഇറങ്ങാമെന്ന്. ഈ നാടിന്റെ വികസനത്തിന് 5 വർഷം ഒരു പഞ്ചായത്ത് മെമ്പറായി നിൽക്കുവാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ ഏടിപ്പോളി എന്ന ആ വ്യക്തി ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഒന്ന് നോക്കുക. 14 റോഡുകൾ ഉണ്ടാക്കി, പുതിയ റോഡുകൾ. ഇവിടെ കളി ഗ്രൗണ്ട് ഉണ്ടാക്കി, ശ്മശാനം ഉണ്ടാക്കി, കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാക്കി. ഇവിടുത്തെ എല്ലാ മേഖലകളിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. ഇവിടെ ആന്റണി അരീക്കൽ 5 വർഷം ഉണ്ടായി. അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ പ്രവർത്തനവും കാണിച്ചു. എന്തുകൊണ്ട് 10, 15 വർഷം പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഇതിന്റെ ഉപ്പും ചോറും തന്ന് തച്ചു തീർന്നതല്ലാതെ ഒരു ചെറു അകലാനക്കാൻ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ നാട്ടുകാരോട് കൂടി ചേർന്ന് അവരെ സഹായിക്കാനും സഹകരിക്കാനും വിജയം കണ്ടെത്താനും എന്തുകൊണ്ട് ഇവര് അതിന് മെനക്കെടുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഇവർ ചെയ്ത ഏറ്റവും വലിയ ഒരു ജനസേവനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നത്. ഞാൻ ആരെയും അവഹേളിക്കണമെന്ന് ആരെയും കുറ്റപ്പെടുത്തണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഇനിയെങ്കിലും ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഞാനൊരു ഉപദേശം പറയാണ്. ഒരു നല്ല മകനായിട്ട് കുടുംബത്തിൽ ജീവിക്കണം, ഒരു നല്ല ഭർത്താവായിട്ട് കുടുംബത്തിൽ ജീവിക്കണം, ഒരു നല്ല അപ്പനാകണം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഇവർക്ക് എന്തെങ്കിലും ഒരു നല്ല സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. ഇതിന് കഴിവില്ലാത്തവരാണ് ഇവരെല്ലാവരും. ഇവർക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ഇവർ തന്നെ വിലയിരുത്തണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏഴാറ്റുമുഖത്തെ പള്ളിയിലെ അച്ഛനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരൊരു വലിയ സമരം നടത്തി. ഇവിടുത്തെ പാറമട സമരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ സ്ഥിതി എന്തായിരുന്നു? അവർക്ക് കിട്ടേണ്ടത് കിട്ടി, എല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛനെ സ്ഥലവും മാറ്റി പാറമട അവിടെ തുടങ്ങുകയും ചെയ്തു. ഇതാണ് ഇവര് ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനം. 10, 15, 20 വർഷം ജനസേവനത്തിന് ഇരുന്നുകൊണ്ട് ഇവർ ചെയ്ത ഏറ്റവും വലിയ സഹായം. പിന്നെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്, ഞാൻ ഇത് പറയാൻ ആഗ്രഹിച്ചോന്നല്ല. എന്ത് രാഷ്ട്രീയ ആദർശമാണ് ഇവനൊക്കെ ഉള്ളത്? മുന്നൂർപ്പള്ളിയിൽ അവൻ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അടിച്ചിലയിൽ പന്തൽക്കാരനാൻ്റെ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് അവൻ മാർക്സിസ്റ്റുകാരനാണ്. അപ്പോൾ അവൻ ചുവന്ന ഷർട്ടും ചുവന്ന തോർത്തും അവൻ കെട്ടിക്കൊണ്ട് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചോദിച്ച് നടക്കും. അവൻ ഏത് പാർട്ടിയിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ പോലെയുള്ള അന്തസ്സുള്ളവനെ അവൻ മോശക്കാരനാക്കരുത്. ഞാൻ 2020 വർക്ക് ചെയ്യാണ്. എൻ്റെ വീട്ടിലാണ് 2020 ആൾക്കാർ മുഴുവൻ വന്നു കൂടുന്നത്. അവിടെ ഞാൻ ഭക്ഷണം ഒരുക്കുന്നു എന്ന് ഇവൻ പരസ്യ പ്രചരണം നടത്തി. ഞാൻ ആ പരസ്യ പ്രചരണത്തിന്റെ പേരിലാണ് ഞാൻ ഇത് അവനോട് ചോദിക്കുന്നത്. എൻ്റെ വീട്ടില് ഈ സമൂഹത്തോട് ഞാൻ ചോദിക്കാണ്, ഏതെങ്കിലും 2020 ഒരാൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മാനം ചെയ്യാം. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഞാൻ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവനാ. 13 വയസ്സ് തുടങ്ങി കഷ്ടപ്പെടുന്നവനാ ഞാൻ.
ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇവനോട് പറയണത്, വിയർപ്പിന്റെ അസുഖം മാറ്റി അധ്വാനിച്ച സ്വന്തം കുടുംബം നോക്കുക, അല്ലാതെ നേരം വെക്കുമ്പോൾ തുടങ്ങി കരക്കാരെ പരദൂഷണം പറഞ്ഞിട്ട് നടക്കുകയല്ല വേണ്ടത്. ഞാൻ ഇവനോട് ഈ ഉപദേശം പറഞ്ഞു കൊടുക്കാണ്. ഇനിയെങ്കിലും നന്നാവാം. ഇനി